ഓം നമ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. എല്ലാവർക്കും വിനീതമായ പ്രണാമം. നമ്മൾ ഐകമത്യ സൂക്തം പഠിച്ചു തുടങ്ങുകയാണ്. ഋഗ്വേദം 10-ാം മണ്ഡലത്തിലുള്ളതാണ്. 191 സൂക്തമാണ്. ഇതിൻ്റെ ഋഷി സംവനനൻ എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ഛന്ദസ് 1-ാമത്തെ മന്ത്രം വിരാട് അനുഷ്ടുപ്പാണ്, 2-ാമത്തെ മന്ത്രം അനുഷ്ടുപ്പാണ്, 3-ാമത്തേത് തൃഷ്ടുപ്പാണ്, 4-ാമത്തേത് നിജിത് അനുഷ്ടുപ്പാണ്. അതുപോലെ ഈ മന്ത്രത്തിൻ്റെ 1-ാമത്തെ മന്ത്രത്തിലെ ദേവത അഗ്നിദേവനും 2, 3, 4 ഇത് സംജാനം ആ ദേവനുമാണ്. ഇനിയും ഐകമത്യം എന്ന വാക്കിനെ ഏകമതിയായിരിക്കുന്ന ഭാവം, ഒരേ മനസ്സോടിരിക്കുന്നതായ ഭാവം എന്നാണ് അതിൻ്റെ അർത്ഥം. കുടുംബത്തിലും സമൂഹത്തിലും ഐക്യമുണ്ടാകുക, ഇതാണ് ഈ മന്ത്രജപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സമ്പൽ സമൃദ്ധികളും ഉണ്ടാകുക, ആധ്യാത്മികവും ഭൗതികവുമായ പുരോഗതി നമുക്കെല്ലാവർക്കും ഉണ്ടാകുക, ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ലക്ഷ്യം. ഐക്യരാഷ്ട്രസഭ ഈ മന്ത്രത്തിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിനെ ലോകത്തിൻ്റെ ഒന്നിന് വേണ്ടിയുള്ളതായ യൂണിറ്റിക്ക് വേണ്ടിയുള്ളതായ യൂണിറ്റി മന്ത്രമായിട്ട് അവർ അംഗീകരിച്ചിട്ടുണ്ട്. അത്ര ശ്രേഷ്ഠമായ മന്ത്രമാണ്. പിന്നെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചാലും നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾ അംഗീകരിക്കത്തില്ല എന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്തായാലും ആകട്ടെ, വളരെയധികം ശ്രേഷ്ഠമായ മന്ത്രമാണ്. എല്ലാവരും ശരിയായിട്ട് അർത്ഥമറിഞ്ഞ് പഠിക്കുക. ആദ്യമേ മന്ത്രം ഇങ്ങനെയാണ്: ഓം സംസമിത് യുവസേ. ചേർത്ത് പറയുമ്പോൾ ഓം സംസമിദ്യുവസേ. വൃഷൻ അഗ്നേ. ചേർത്ത് പറയുമ്പോൾ വൃഷൻ അഗ്നേ. വിശ്വാനി അര്യ. ചേർത്ത് പറയുമ്പോൾ വിശ്വാന്യര്യ. ആ. പിന്നെ ഇള പദേ. ചേർത്ത് പറയുമ്പോൾ ഇളസ്പദേ. സമിധ്യസേ. സമിധ്യസേ. സ നോ വസൂനി ആഭര. ചേർത്ത് പറയുമ്പോൾ വസൂന്യാഭര. ഇത്രയുമാണ് 1-ാമത്തെ മന്ത്രം. അതിൽ ഓം സംസമിദ്യുവസേ വൃഷന്നഗ്നേ വിശ്വാന്യത്യ ആം ഇളസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭര. ഇതാണ് 1-ാമത്തെ മന്ത്രം. ഇപ്പം ഇതിൻ്റെ അടിയിലും മുകളിലുമൊക്കെ ഇട്ടിരിക്കുന്ന ചിഹ്നങ്ങൾ എല്ലാവർക്കും അറിയാം. അതുപോലെ എല്ലാവരും ജപിക്കുന്നുമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനിയും ഇതിൻ്റെ ലളിതമായ അർത്ഥം, ഈ വേദമന്ത്രങ്ങളുടെ അർത്ഥമൊന്നും കൃത്യമായിട്ടൊന്നും ആർക്കും പറയാൻ പറ്റില്ല. പലരും പല രീതിയിലാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ പറയുന്നത്. അവരവരുടെ തലമനുസരിച്ചും ലെവലൊക്കെ അത് പല രീതിയിൽ അർത്ഥം പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടേതായ തലത്തിൽ നിന്നുകൊണ്ട് അർത്ഥം മനസ്സിലാക്കാം. ആദ്യമേ ഇവിടെ ഓം, ഈശ്വരനെയാണ് ഇവിടെ ഓം എന്ന് ഉദ്ദേശിക്കുന്നത്. തസ്യ വാചക പ്രണവം. ആ ഓം ഇത്യേകാക്ഷരം ബ്രഹ്മം, ആ ബ്രഹ്മത്തെയാണ് ഇവിടെ ഓം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓം. തുടർന്ന് പറയുകയാണ് വിശ്വാനി, എല്ലാറ്റിനെയും, സംസമിത്, നല്ലതുപോലെ ചേർത്ത്, യുവസേ, അതിനോട് ചേർന്നിരിക്കുന്ന, അഗ്നേ, അഗ്നിദേവ. ഇവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നു, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത. ഞാൻ സകല പ്രാണികളുടെയും ദേഹത്തിൽ വൈശ്വാനരാഗ്നിയായി വർത്തിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ഭഗവാൻ വർത്തിക്കുന്നു. ആ ഭഗവാനെയാണ് ഇവിടെ അഗ്നിദേവ എന്ന് സങ്കല്പിക്കുന്നത്. ആ അഗ്നിയുടെ വിശേഷമാണ് വൃഷൻ. വൃഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം വർഷിച്ചു തരുന്ന ധർമ്മ സ്വരൂപമായിരിക്കുന്ന ഹേ അഗ്നിദേവ. ആര്യ, ശ്രേഷ്ഠ. ആ ആര്യ, ഹേ ശ്രേഷ്ഠ. ഇള സ്പദേ, ഈ ഭൂമിയിൽ യഥാസ്ഥാനങ്ങളിൽ, സമിധ്യസേ, അവിടുന്ന് അഗ്നിദേവനെ ജ്വലിപ്പിച്ച് ആരാധിക്കപ്പെടുന്നു. സ, അങ്ങനെയുള്ളതായ അവിടുന്ന്, നോ, ഞങ്ങൾക്ക്, വസൂനി. വസൂനി എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നാണ്. ആധ്യാത്മികവും ഭൗതികവുമായിരിക്കുന്ന സമ്പത്ത്. ഭര, നിറയെ തരിക. ആഭര, ധാരാളം തരിക എന്നാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനെയും നല്ലതുപോലെ ചേർത്തു വെച്ച് അതിനോട് ചേർന്നിരിക്കുന്നതായ, എല്ലാറ്റിനെയും വർഷിച്ചു തരുന്നതായ ഹേ ശ്രേഷ്ഠനായ ധർമ്മസ്വരൂപനായിരിക്കുന്ന അഗ്നിദേവ,
അവിടുന്ന് ഈ ഭൂമിയിൽ യഥാസ്ഥാനങ്ങളിൽ യാഗശാലകളിൽ ആരാധിക്കപ്പെടുന്നു. അങ്ങനെയുള്ളതായ അവിടുന്ന് ഞങ്ങൾക്ക് ആധ്യാത്മികവും ഭൗതികവുമായ സമ്പത്ത് ധാരാളം തന്നു നിറച്ചാലും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. എഴുതിയിടുന്നുണ്ട്. അത് പിന്നീട് നിങ്ങൾ PDF നോക്കിയിട്ട് ശരിയായ അർത്ഥം പിന്നീട് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇനി മന്ത്രം ഒന്ന് ചൊല്ലാം. ഓം സം സമേദ്യുവസേ വൃഷന്നഗ്നേ വിശ്വാന്യത്യ ആം ഇളസ്പദേ സമേദ്യസേ സനോവസോന്യാഭര ഹരിഃ ഓം.